എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാണ്ട് ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ഫുൾ ഹാപ്പി ആയിട്ട് ചെയ്യാൻ കേട്ടോ. പനി പിടിച്ച് നമ്മൾ കിടപ്പായിരുന്നല്ലോ. അപ്പോൾ ഞാനൊരു ബുക്ക് സ്റ്റാളിലാണ് കേട്ടോ. എനിക്കൊരു ബുക്ക് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പുറത്തിറങ്ങിയതാണ്. ചേട്ടൻ ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ തന്നെ നിന്ന് പഠിച്ച് ഫുൾ റാങ്ക് മേടിച്ചിട്ട് വരുള്ളൂ എന്നൊക്കെ. അത് കാരണം വേഗം മറിച്ചിട്ട് ബുക്കൊക്കെ വാങ്ങി ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ കാറിൻ്റെ പിന്നിൽ വേറെ 2 കാറ് വന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം ബുക്കൊക്കെ വാങ്ങി പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല, നമ്മളിവിടെ കട്ട പോസ്റ്റായി. അവരിനി വണ്ടി എടുത്ത് പോയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ 3 ആളും ഇവിടെ ചിരിച്ച് കളിച്ച് നിൽക്കുകയാണ് കേട്ടോ. വേറെ ഒരു വഴിയില്ല. ആ കിടക്കുന്ന ഗ്രേ കളർ കാറാണ് കേട്ടോ നമ്മുടെ കാറ്. അതിൻ്റെ പിന്നിൽ കണ്ടല്ലോ, ഒരു വൈറ്റ് കാറുണ്ട്, അതിൻ്റെ പിന്നിലൊരു റെഡ് കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ആൾ വണ്ടിയിൽ കയറിയിട്ട് കുറേ നേരമായിട്ടോ, ഇറങ്ങലും കയറലൊക്കെ ആയിട്ട് കുറേ നേരമായി വണ്ടിയിൽ കയറിയിട്ട്. പക്ഷേ വണ്ടി എടുത്ത് പോകണ മാത്രമല്ല. ഞാനാണെങ്കിൽ കുറച്ച് ടോപ്പൊക്കെ ഓണത്തിന് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ധാവണി സെറ്റ് എടുത്തിട്ടുണ്ട് ഓണത്തിന് വേണ്ടിയിട്ട്. അത് രാവിലെ കല്യാണിൽ പോയി എടുത്തു കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ബസാറിലാണ്. എനിക്ക് സ്മാർട്ട് ബസാറിൽ അന്ന് പോയപ്പോൾ എനിക്ക് മുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പോയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി കേട്ടോ ആ ഒരു അവിടുത്തെ കളക്ഷനൊക്കെ. ഇപ്പോൾ ഈ കാണുന്നതാണ് ജോർജ് കേട്ടോ, എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണ്. കണ്ടില്ലേ, എല്ലാവരും ഫുൾ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ചില ഡേയ്സിലൊക്കെ ഇങ്ങനെ ഒരുമിച്ച് പുറത്ത് പോകാറുണ്ട് കേട്ടോ, ഞാനും ചേട്ടൻ്റെ ഫ്രണ്ട്സും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ ഇപ്പോൾ പോണത് എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവർക്കും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഓണം പ്രമാണിച്ച് ഇവിടെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. നമുക്ക് നോക്കാം, അവിടെ എത്തിയിട്ട് നോക്കാം. ഈ തുണിക്കടയ്ക്കൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം നമ്മുടെ നമുക്ക് വാങ്ങാൻ ഉദ്ദേശിക്കാത്ത സമയത്ത് നമ്മൾ പോകുമ്പോൾ നല്ല ടോപ്സൊക്കെ കാണും കേട്ടോ. പക്ഷെ നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ അങ്ങനെ കിട്ടാറില്ല. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും എന്തൊരു ഉത്സാഹത്തിലാണ് പോകുന്നത്. ഞാൻ അവരുടെ പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ തന്നെ നല്ല സന്തോഷമാണല്ലേ. നമ്മളെ കുഞ്ഞിലേ തൊട്ട് നമ്മൾ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് തുണികളുണ്ട്. പക്ഷേ എനിക്ക് പറ്റിയതൊന്നും ഇല്ല എന്നാണ് എനിക്ക് ആദ്യത്തെ ലുക്കിൽ തന്നെ മനസ്സിലായത് കേട്ടോ. ഞാൻ വിചാരിച്ചു എപ്പോഴും സാരീസും കാര്യങ്ങളൊക്കെയാണ് എടുക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് മാറ്റിയിട്ട് ജീൻസിന് ടോപ്പ് എടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ വന്നത്. ഈ കാണുന്ന ടൈപ്പൊക്കെയാണ്. ഇത് കണ്ടിട്ട് എൻ്റെ ചേട്ടൻ പറയാം, ആഹാ നല്ല ഭംഗിയുണ്ട്, ബാലയിൽ അഭിനയിക്കാൻ പോവാം, രാജാപ്പാട്ട് പോലെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ പിന്നെ ഞാനത് അവിടെ തന്നെ തൂക്കിയിട്ടാ. കാര്യം പറഞ്ഞാൽ എനിക്കും ഇഷ്ടമില്ല ഇങ്ങനത്തെ ടോപ്പൊന്നും. എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് ഷർട്ട് അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. പിന്നെ ഇങ്ങനത്തെ ടോപ്സൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ വിചാരിച്ചു സാധാ ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ചേട്ടന് പറഞ്ഞു സാധാ ചുരിദാർ ടോപ്പ് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് നോക്കാൻ തുടങ്ങി കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കൊള്ളാം. പക്ഷേ എനിക്ക് എന്തോ അങ്ങോട്ട് പിടിച്ചില്ല. നമ്മുടെ ആശുട്ടിയാണെങ്കിൽ അവൾക്കുള്ളത് തപ്പിക്കൊണ്ട് നടക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വലിയൊരു മാത്രമേ ഉള്ളൂ മോളിൽ നിന്ന്. അവൾക്കുള്ളത് ഒരുപാട് ഡ്രസ്സ് നമ്മൾ കല്യാണം നിന്ന് മേടിച്ചിട്ടൊന്ന് രാവിലെ, എന്നിട്ടാണ് പിന്നെ ആദ്യം തപ്പിക്കൊണ്ട് നടക്കണം അവൾ. അപ്പോൾ ഞാനിതേ ഓരോന്ന് കൊണ്ട് മടക്കി വയ്ക്കുമ്പോൾ എൻ്റെ പിന്നാലെ വന്ന് തന്നെ അടിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ബ്ലാക്ക് എവിടെ കണ്ടാലും നമ്മളൊന്ന് നോക്കി പോകില്ലേ. അപ്പോൾ ബ്ലാക്ക് ഷർട്ട് എടുത്ത് ഞാനിങ്ങനെ നോക്കുകയാണ്. പക്ഷേ എനിക്ക് ഓൾറെഡി ബ്ലാക്ക് ഷർട്ട് ഉണ്ട്, അത് കാരണം കൊണ്ട് ഞാനത് അവിടെ തന്നെ തൂക്കി. പിന്നീട് നമ്മളിതേ ഇങ്ങനെ നടന്ന് ലാസ്റ്റ് കുറച്ച് ടോപ്സ് എടുത്തിട്ടോ. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഞാൻ എടുത്ത ഫസ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത്. കൊള്ളാമല്ലേ, നല്ല കളറാണ് അല്ലേ. എനിക്ക് ഈ കളർ നല്ല ഇഷ്ടമായി. പിന്നെ അവിടെ 2 സൈഡിൽ 2 കെട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ട്രയൽ റൂമിലാണ് കേട്ടോ. നമ്മുടെ ആശുട്ടി മുന്നിൽ കിടന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ വീഡിയോ എടുക്കാനും നമ്മൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ നോക്കിയാലും അവൾ മുന്നിൽ കയറി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ടോപ്പാണ് കേട്ടോ, എനിക്കിഷ്ടമായി, നല്ല കളറാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ എടുത്തത്. എൻ്റെ സെലക്ട് ചെയ്ത കളറാണിത്. എനിക്ക് ഇങ്ങനത്തെ ലൈറ്റ് കളറൊന്നും ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കാരണം കൊണ്ട്, ചേട്ടൻ എടുത്തു തരുന്ന കാരണം കൊണ്ട് ഞാനത് ഓക്കെ എന്ന് പറഞ്ഞു. നമ്മുടെ ആശുട്ടി അത് വെച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇത് നമുക്ക് ആ ഒരു കളറ് സെറ്റ് ആവുമോ എന്ന് നോക്കണം കേട്ടോ. പിന്നെ അടുത്തത് ഈ ഒരു ലൈറ്റ് കളർ ഡ്രസ്സാണ് കേട്ടോ. ഇതെനിക്കിഷ്ടമായിട്ടോ. ഇത് ലൈറ്റ് കളറാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. ആ ഒരു വി ഷേപ്പ് കഴുത്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഒരുപാടൊന്നും ഓൾട്ടർ ചെയ്യേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നിയത്. കാരണം തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇപ്പോൾ എടുത്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആശുട്ടി പൊട്ട് എടുക്കുന്നു എന്നിട്ട് പല എക്സ്പ്രഷൻസ് കണ്ടില്ലേ. അപ്പോൾ ഓക്കെ, ടാറ്റ, നമുക്ക് ഇത്ര ഡ്രസ്സ് മതി കേട്ടോ. അപ്പോൾ തൽക്കാലം സുന്ദരിയായി. ഓക്കെ, അപ്പോൾ നമ്മളിത് ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്മാർട്ട് ബസാറിൽ നിന്ന് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതേ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആശുട്ടീനെ എല്ലാവരും പിടിച്ച് കൊഞ്ചിക്കുന്നുണ്ട്. എല്ലാവരും പിരിയേണ്ട നേരമായി കേട്ടോ. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മുടെ
വലിയ ആലക്കിലുള്ള ചേച്ചിമാരുടെ ചായക്കട എന്ന് പറഞ്ഞാലാണ് കേട്ടോ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയുള്ളൂ. അപ്പോൾ ചേച്ചിമാരുടെ ചായക്കടയിൽ കയറി, അവിടെ കയറാണ്ട് ഒരു തൃശ്ശൂർ യാത്ര ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. തൃശ്ശൂർക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ കയറി ഒരു ചായ കുടി മസ്റ്റാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമാണ് അവിടുത്തെ പലഹാരങ്ങളും, ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇവിടുത്തെ കടികളൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ദേ അവിടെ കയറി ഞങ്ങൾ നല്ല അലക്കലക്കുണ്ട് കേട്ടോ. ഈ കടയുടെ ഏറ്റവും ഊർജ്ജം എന്ന് പറയുന്നത് നമ്മുടെ കുമാരിയേച്ചിയാണ് കേട്ടോ. കുമാരിയേച്ചിയാണ് ഇവിടുത്തെ ഏറ്റവും അങ്ങനെ ഊർജ്ജസ്വലമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. ആ ചേച്ചിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചിയാണ് ഞങ്ങൾക്ക് ഇതൊക്കെ സപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ, എന്നെ ഇഷ്ടപ്പെടുന്നവരെ, എൻ്റെ ഫാമിലി ഇഷ്ടപ്പെടുന്നവരെ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.